ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരാഴ്ച നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്നൊക്കെ നോക്കാം. ഈ ഒരാഴ്ച നിങ്ങളിലേക്ക് സമ്പത്തിൻ്റെ കാര്യങ്ങളായാലും ജോലിയുടെ കാര്യമായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും എന്തൊക്കെയാണ് വരാൻ സാധ്യത എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് സോർഡ്സ്, ദ ഹീറോഫന്റ്, ഏസ് ഓഫ് സോർഡ്സ്. ക്ലാരിറ്റി ആയിട്ട് കാർഡുകൾ എടുക്കാം. 6 ഓഫ് വൺസ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് സോർഡ്സ്, 10 ഓഫ് സോർഡ്സ്. 3 കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ അല്ലേ, നിങ്ങൾ സക്സസ് ആയ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പണം കൈവരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ മാസാവസാനമല്ലേ എല്ലാവർക്കും സാലറി ഒക്കെ കിട്ടുന്നൊരു സമയമായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ. അല്ലെങ്കിൽ അല്ലാത്തവർക്ക് എന്തെങ്കിലും ധനം വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത്രയും ഒരു ഹൈ എനർജിയാണ് പെൻറ്റക്കിളിൻ്റെ കാര്യത്തിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ധനം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ കുറേ കാലമായി ഒരേ പാറ്റേണിൽ ഒരേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ നിങ്ങൾ നല്ല സക്സസ് ആയുള്ള ഒരാളാണ്, ഒരുപാട് നിങ്ങളുടെ കയ്യിൽ പണമുണ്ട് എന്നൊക്കെ മറ്റുള്ളവർ തോന്നുമെങ്കിലും നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങി ഒരേ ലെവലിൽ പോയിക്കൊണ്ടിരുന്നിട്ട് അങ്ങനെ ഒരു എനർജി കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതും യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജാണ്. ഇത് നൈറ്റ് ഓഫ് സോർഡ്സ് വരുമ്പോൾ നിങ്ങൾ വളരെയധികം എനർജറ്റിക്കായി നിങ്ങളെ ഇതിൽ ഒരു ഒന്നും കാര്യങ്ങൾ ശരിയായ രീതിയിൽ നോക്കി കാണാതെ ഒരു ക്ഷമയില്ലാതെ ഭയങ്കര ഫാസ്റ്റായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളിലും നിങ്ങൾ പണം നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ധനാഗമ മാർഗങ്ങളിൽ ഏർപ്പെടുകയോ എന്തോ കാര്യമായിട്ടൊരു ചിന്തയില്ലാതെ അതിൻ്റെ വരുംവരായികളെ കുറിച്ച് ചിന്തിക്കാതെ കൂടുതൽ പഠിക്കാതെ നിങ്ങൾ ഒരുപാട് ഫാസ്റ്റായി പോകുന്നു എന്നൊരു എനർജിയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ചില ആളുകൾക്ക് പക്ഷേ അവർക്ക് പെട്ടെന്നൊരു സാമ്പത്തിക പ്രതിസന്ധി വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അതിനൊരു ഇതായിട്ട് കിട്ടിയിരിക്കുന്നത്. 5 ഓഫ് പെൻറ്റക്കിൾസ് സാമ്പത്തിക വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളതായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാവാൻ ഉള്ള ഒരു ഇതുണ്ട്. ഇത് ചിലർക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഹെയറോഫൻ്റ് പറയുമ്പോൾ നമ്മൾ ദൈവികമായി എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ്സ്, ചിലപ്പോൾ നമ്മൾ ചില ആരാധനാലയങ്ങൾ സന്ദർശിക്കാനോ അകലേക്ക് പോകാനോ അങ്ങനെ എന്തോ ഒരു അനുഗ്രഹം കിട്ടാനോ അങ്ങനെ ഒരു സാധ്യത ഈ ഒരാഴ്ച അതിനുള്ളൊരു സാധ്യതകൾ നിങ്ങളെ പുണ്യസ്ഥലങ്ങൾ നിങ്ങൾ അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള പുണ്യസ്ഥലങ്ങളിലേക്ക് പോകാനും അവരുടെ പുരോഹിതന്മാരുടെ അവരുടെ ഇത് കേൾക്കാനും അങ്ങനെയൊക്കെ ഒരു സാധ്യതയുണ്ട്. ഒരു പക്ഷേ നദി കടന്നിട്ട് പോകാനുള്ളതായിരിക്കും. നദിയിൽ അങ്ങനെ ഒരു ഇതും കൂടി കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇതിലേക്ക് സ്ഥലത്തേക്ക് ഇത്തിരി കുറച്ച് ദൂരമുള്ള ഒരു ഇതിലേക്ക് ആരാധനാലയത്തിലേക്കോ അങ്ങനെ എന്തിനേലും കാര്യത്തിലായിരിക്കും ഈ വ്യക്തികൾ പോകുന്നുണ്ടായിരിക്കുക. അങ്ങനെ ഈ ആഴ്ചകളിൽ അങ്ങനെ ഒരു കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇതിൽ ഏസ് ഓഫ് സോഴ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ക്രിയേറ്റീവായുള്ള എന്തോ ഒരു കാര്യം, നിങ്ങളൊരു ആശയം നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളെന്തെങ്കിലും പഠിക്കാനായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു ആശയം വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ പുതിയ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യാനോ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ഒരു സംരംഭത്തിലേക്ക് സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളോ ആരെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പായിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് ഒരാൾ പറഞ്ഞിരിക്കാം നമുക്കത് തുടങ്ങാം എന്നുള്ള ഒരു ആശയം എന്തോ നിങ്ങളുടെ അടുത്ത് ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരാശയം. അത് പക്ഷേ നിങ്ങൾ ഇത് നിങ്ങൾ ചിലപ്പോൾ ഇത് മുൻപ് വല്ല എന്തെങ്കിലും ഇത് ചെയ്തിട്ട് നിങ്ങൾ
അത് ചിലപ്പോൾ നഷ്ടത്തിൽ വന്ന് നിർത്തിപ്പോയ ആളായിരിക്കും. അത് വേണ്ട എന്ന് വെച്ചിട്ട് ഇനി ഇത് ചെയ്യണില്ല, ഞാൻ ഇനി ബിസിനസ്സൊന്നും ചെയ്യണില്ല, അങ്ങനെ ചിലപ്പോൾ ഉപേക്ഷിച്ച ഒരാളായിരിക്കാം. ഇനി ഒന്നും എനിക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരാളായിരിക്കും. ആ ആൾക്കാണ് വീണ്ടും ഇങ്ങനൊരു ഓഫർ വരുന്നത്. അപ്പോൾ അത് സ്വീകരിക്കണോ വേണ്ടയോ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കൂടുതലായിട്ട് പഠിച്ചിട്ട് അതിന് ഒരു മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ഇനി നമുക്കൊരു ഒറക്കൽ മെസ്സേജ് കൂടി നോക്കാം. ഗാർഡിയൻ എന്നുള്ള കാർഡാണ് കിട്ടിയിരിക്കുന്നത്. എ ലോസ്റ്റ് ലവ്ഡ് വൺ വാച്ചസ് ഓവർ യു. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് സ്നേഹമുള്ള ഒരാൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടായിരിക്കാം. ആൾ നിങ്ങളെ ഇപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ സ്നേഹം താൽക്കാലികമായ ഒരു ബ്രേക്കപ്പ് അങ്ങോട്ടായിരിക്കാം. അവർ വീണ്ടും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരോ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നല്ല രീതിയിലാണ് സുഖമായിട്ടാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങൾ എന്താണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ മറ്റിലൂടെ അന്വേഷിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കാം. ഇതാണ് ഈ ആഴ്ച നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ്. ഇത് റെസനേറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഈ റീഡിങ്ങുകളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക. ഇത് വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിലാണ് എല്ലാ ദിവസത്തെയും ഇതിന് റീഡിങ് വരുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.